തങ്കമണി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ട്രെയിലറോ ടീസറോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സോ ഒന്നും തന്നെ ഈ ഒരു സിനിമ കാണുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള യഥാർത്ഥ സംഭവത്തെ പറ്റി എനിക്ക് അറിഞ്ഞപ്പോൾ എന്തായാലും സിനിമ കാണണം തോന്നി. അതോടൊപ്പം തന്നെ ഒരു ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫിക്ഷണലായിട്ടൊരു സ്റ്റോറിയും കൂടി ഉണ്ട്. അതും എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ടൊരു ആകാംക്ഷയുടെ പേരിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതൊരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് തങ്കമണി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ഇവർ എക്സാക്ട്ലി അതുപോലെ തന്നെ എടുത്തു വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കേട്ട കാര്യങ്ങളും വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇത് അതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ തങ്കമണി എന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് ഈ സിനിമയിൽ കിടിലനായിട്ട് തന്നെ കാണാൻ പറ്റും. അതൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫിക്ഷണലായിട്ട് ഒരു റിവെഞ്ച് സ്റ്റോറി സംഭവങ്ങളുണ്ട്. അതൊന്നും തന്നെ വർക്കായിട്ടില്ല. അത് രണ്ടും കൂടി മെർജായിട്ട് നമുക്ക് ഫുള്ളി കണക്റ്റ് ആയാലാണ് ഈ സിനിമ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. പക്ഷേ തങ്കമണി എന്ന് പറയുന്ന ആ ഒരു സീൻ മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ